മുതലക്കോടം പള്ളിയിലായിരുന്നു കല്യാണം. ആ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്ത് വെളിയിറങ്ങി കുറേ പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നു. ആ കല്യാണത്തിന് 1.5 കിലോമീറ്റർ അപ്പുറം ഒരു വീട്ടിലായിരുന്നു ഈ കല്യാണ വീട്. അവിടേക്ക് പോകുന്നു. അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ മാടപ്പറമ്പിൽ എന്ന് പറയുന്ന റിസപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് മുഴുവൻ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഇടവഴിയിലൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളെല്ലാം നിരനിരയായി കിടപ്പുണ്ട്. അതിലൊരു ബ്ലാക്ക് താറുണ്ട്. അപ്പോൾ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ഒരു ബ്ലാക്ക് താറ് ഈ കോൺവോയുടെ കൂടെ ചേർത്തു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ഈ വളരെ അഗ്രസീവായിട്ടാണല്ലോ ഈ കാർ ഓടിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും കരുതുന്നത് ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന ആ കോൺവോയിലുള്ളതാണ്. പക്ഷേ അവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല. കുറേ കഴിഞ്ഞ് ഈ മങ്ങാട്ട് ജംഗ്ഷൻ, മങ്ങാട്ട് കവലയ്ക്ക് തൊട്ട് മുമ്പ് വെച്ച് ഈ വണ്ടി മുമ്പിൽ കയറി മനഃപൂർവ്വം എന്നെ ഇടിപ്പിച്ചപ്പോഴും ഞാൻ കരുതുന്ന ആക്സിഡന്റ് ആണെന്ന്. സാധാരണഗതിക്ക് എൻ്റെ ഒരു പോളിസി, എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്യൂരിറ്റി ടിപ്പ്, വണ്ടി ഇടിച്ചാൽ നിർത്തരുത്, അതിൻ്റെ ബാക്കി പോട്ടെ, വണ്ടിയല്ലേ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ ആ ഒരു കല്യാണ വണ്ടിയാണല്ലോ എന്നോർത്ത് ജാഗ്രത കുറവ് കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ അവർ ഇടിച്ചിട്ട് അവർ ഒതുക്കി നിർത്തി. ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതി അവരൊരു മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇറങ്ങിയില്ല. ഞാൻ വണ്ടി കുറച്ചുകൂടെ മുമ്പോട്ടപ്പോഴത്തേക്കും അവർ ചുറ്റിനും വന്നിട്ട് ഇറങ്ങടാ എന്ന് തെറി വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എൻ്റെ വണ്ടിയെ വന്നിടിച്ചിട്ട് ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇറങ്ങടാ നിന്നെ കാണിക്കാൻ പറഞ്ഞ് തെറി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്ക് ഉമ്മാർ ഈ പറയുന്ന ഇപ്പോൾ പേര് വെളിയിൽ വന്നിരിക്കുന്ന ഒരാളുണ്ട്, ഒരു മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന്. അയാളായിരുന്നു നേതൃത്വം കൊടുത്തത്. അയാൾ വന്നിട്ട് താക്കോൽ എടുക്കാൻ ശ്രമിച്ചു. താക്കോൽ ഇല്ലാത്തത് കൊണ്ട്, മറ്റേ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് അൺലോക്ക് ചെയ്തിട്ട് ഡോറ് തുറന്നിട്ട് എന്നെ ഇടിച്ചു.